ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പ്രൊഫഷണലായിട്ട് തന്നെ ഒരു കാർ മൂവിങ് ആനിമേഷൻ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് സോഫ്റ്റ്വെയറുകൾ വേണം. ഒന്ന് അഡോബി ആഫ്റ്റർ ഇഫക്റ്റും അതുപോലെ തന്നെ അഡോബിൻ്റെ ഫോട്ടോഷോപ്പും. ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഇമേജ് ഡൗൺലോഡ് ചെയ്യണം. ഇതുപോലത്തെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലത്തെ ഇമേജുകൾ, അതായത് കാറിൻ്റെ ഒരു PNG ഇമേജ്, അതുപോലെ തന്നെ റോഡ് സൈഡിൻ്റെ ഇതുപോലത്തെ റോഡ് സൈഡിൻ്റെ ഒക്കെ PNG കാർട്ടൂൺ PNG ഇമേജുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോഷോപ്പ് ഏത് വേർഷൻ ആയാലും കുഴപ്പമില്ല. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം 1920x1080 സൈസിൽ ഒരു ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണം. Ctrl+Shift+N അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ലെയർ സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ടൂൾ ബോക്സിൽ നിന്ന് സെലക്ഷൻ ടൂൾ എടുക്കുക. എന്നിട്ട് ഞാനിതിൽ കാണിക്കുന്ന പോലെ ഇത്രയും പോർഷന് സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+Delete അടിക്കുക. അപ്പോൾ നമ്മുടെ ഏത് കളറാണ് അവിടെ ഓൾറെഡി ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കളറായിരിക്കും അവിടെ വരിക. അപ്പോൾ കളറിൽ എന്തെങ്കിലും നമുക്ക് നീല കളറാണ് വേണ്ടത്, അതായത് ആകാശത്തിൻ്റെ കളർ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ആ കളർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നീല കളറാക്കി മാറ്റുക. എന്നിട്ട് Ctrl+Delete അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത പോർഷനിൽ അത്രയും കളർ വരും. അതിനുശേഷം നമ്മൾ ഒരു Ctrl+Shift+N അടിച്ചിട്ട് ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യുക. അതായത് നമുക്ക് റോഡാണ് ഇനി അടുത്ത് വേണ്ടത്. ഇപ്പോൾ ആകാശത്തിൻ്റെ പോർഷനായി, ഇനി റോഡിൻ്റെ പോർഷനാണ്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം കളർ ബ്ലാക്ക് ആക്കിയിട്ട് Ctrl+Delete അടിച്ച് കഴിഞ്ഞാൽ അത്രയും പോർഷൻ ഇതുപോലെ ബ്ലാക്ക് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആകാശത്തിൻ്റെ നീല ഭാഗം ഒരു ലെയറും റോഡിൻ്റെ ബ്ലാക്ക് വേറൊരു ലെയറാണ്, രണ്ട് ലെയറാണ്. ഇനി നമ്മളൊരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ സെൻറ്ററിൽ കൂടിയുള്ള ഒരു വൈറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു Ctrl+Shift+N അടിച്ചിട്ട് ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ടൂൾ ബോക്സിൽ നിന്ന് സെലക്ഷൻ ടൂൾ എടുക്കുക. എന്നിട്ട് ചെറിയ കള്ളി ഇതുപോലെ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ കളർ വൈറ്റ് ആക്കിയിട്ട് Ctrl+Delete അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെലക്ട് ചെയ്ത ചെറിയ പോർഷനിൽ വൈറ്റ് കളർ വരും. ഇനി അതിനുശേഷം അത് Alt പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോപ്പി കുറേ എടുക്കാൻ സാധിക്കും. അത് കറക്റ്റ് ഡിസ്റ്റൻസിൽ ഇതുപോലെ വെക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ Alt പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെയറും കോപ്പി ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരൊറ്റ ലെയറാക്കി മാറ്റണം. അതിന് ഈ ലെയറുകൾ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മർജ് ലെയർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോഡിലെ ലൈന് നമ്മളിപ്പോൾ ഓരോ ലെയറായിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്, അതൊരൊറ്റ ലെയറായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു റോഡ് മൂവ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിനെ മൂവ്മെൻറ്റ്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചും കൂടി വലിപ്പം കൂട്ടണം. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് കുറച്ചുകൂടി നീക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കുക. Alt പ്രസ് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോപ്പിയും കൂടി കിട്ടും. ഇതിൻ്റെ ബാക്കി എന്നാണ് അത് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ഈ രണ്ട് ലെയറിനെയും ഒരൊറ്റ ലെയറാക്കി മെർജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റോഡിലെ ലൈൻ നമുക്ക് കുറച്ചൊരു വലിയ ലെങ്ത്തുള്ള ഒരു ലൈനായിട്ട് കിട്ടും. അതിനെ നമുക്ക് സൈഡിലേക്ക് നീക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അതിന് ആഫ്റ്റർ എഫക്റ്റിൽ നമുക്ക് മോഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ 3 ലെയറാണ് നമുക്കുള്ളത്. ഒന്ന് റോഡ് വേറെ ലെയർ, അതുപോലെ തന്നെ ആകാശം വേറെ ലെയറും, പിന്നെ ഈ ലൈന് ഒരു ലെയറും. അപ്പോൾ 3 ലെയറായി. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള റോഡ് സൈഡിൻ്റെ ഇമേജുകൾ, PNG ഇമേജുകൾ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. PNG ഇമേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജുകളായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനെടുത്തുള്ള ഈ ഒരു ഇമേജിൽ റോഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ റോഡിൻ്റെ പോർഷൻ നമുക്ക് വേണ്ട, നമുക്ക് ആ വീടും സംഭവങ്ങളൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്ന ആ പോർഷൻ മാത്രം മതി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വലിച്ചിടുക, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പേജിലേക്ക്. എന്നിട്ട് നമ്മളെ റോഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഫോട്ടോഷോപ്പിൽ കുറച്ച് ചെറിയ ബേസിക് ഐഡിയകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയുള്ളൂ. അതിനുശേഷം Alt പ്രസ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കോപ്പി എടുക്കാൻ സാധിക്കും. അപ്പോൾ അതും നമുക്ക് കുറേ ഒരു ലെങ്ത്തിൽ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലും നമുക്ക് ഈ ഒരു സൈഡിലുള്ള വ്യൂവിനും അതുപോലെ തന്നെ റോഡിലെ ഈ ലൈനിനുമാണ് മൂവ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് വണ്ടി ആനിമേറ്റ് ചെയ്ത് പോകുന്ന പോലെ, വണ്ടി മുന്നോട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ Alt പ്രസ് ചെയ്ത് കോപ്പി എടുക്കുമ്പോൾ കുറേ ലെയറായിരിക്കും വരിക. ആ ലെയറുകളൊക്കെ ഒരൊറ്റ ലെയറായിട്ട് മെർജ് ചെയ്യുക. അപ്പോൾ അതും ഓക്കെ ആയി. ഇനി നമ്മൾ കാറിൻ്റെ ഇമേജും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമുക്ക് സേവ് ചെയ്യണം ഈ ഫയൽ. അപ്പോൾ കാറിൻ്റെ PNG ഇമേജും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് നമുക്ക് കറക്റ്റ് സൈസ് കുറച്ച് ചെറുതാക്കിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക.
അപ്പോൾ കാർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സേവ് ചെയ്യണം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം. ഏത് സ്ഥലമാണോ, ഏത് ഡെസ്റ്റിനേഷൻ, ഏത് ഫോൾഡറിലേക്കാണോ സേവ് ചെയ്യണത് കറക്റ്റ് നോക്കുക. ഒരു റീനെയിം കൊടുക്കുക. കാർ അനിമേഷൻ എന്തെങ്കിലും റീനെയിം കൊടുത്തിട്ട് PSD ഫോട്ടോഷോപ്പിൻ്റെ അതേ ഫയലിലേക്ക് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അഡോബ് ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള PSD ഫയൽ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിന് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഏത് ഫയൽ വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ ചോദിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എഡിറ്റബിൾ ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള PSD ഫയൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് സംഭവം നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത കോമ്പോസിഷനിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്താണ് നമ്മുടെ മൂവ്മെൻറ്റ്സ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് റോഡ് സൈഡിലുള്ള ബിൽഡിങ്ങുകൾ വേറൊരു ലെയറാണ്, റോഡ് വേറെ ലെയറാണ്, അതുപോലെ തന്നെ റോഡിലെ ലൈന് വേറെ ലെയറാണ്, കാറ് വേറെ ലെയറാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മൂവ്മെൻറ്റ് കൊടുക്കേണ്ടത് കാറിനും അതുപോലെ തന്നെ റോഡിലുള്ള ആ ലൈനിനും സൈഡിലുള്ള ബിൽഡിങ്സിനുമാണ് നമ്മൾ മൂവ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ റോഡിലുള്ള ലൈനിനാണ് ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ റോഡിലുള്ള ലൈൻ ഏത് ലെയറാണ് നോക്കുക. ആ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ P പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് വരും. പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷന്. അപ്പോൾ നമ്മളതൊരു വലിയ ലൈനാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തുടക്കം നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം നമ്മുടെ ടൈം ലൈന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം ഓപ്ഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടൈം ലൈന് ഏറ്റവും അവസാനത്തിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഓരോ കീ ഫ്രെയിമായി. അപ്പോൾ ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ലൈനിന് നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സൈഡിലുള്ള ബിൽഡിംഗ് ലെയറിനും കീ ഫ്രെയിം കൊടുക്കുക. അപ്പോൾ നമുക്ക് ആനിമേഷൻ കിട്ടും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പും കണ്ടുകൊണ്ട് ചെയ്താൽ മതി.
അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാർ മൂവിങ് അല്ലെങ്കിൽ വെഹിക്കിൾ മൂവിങ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.